പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. നമുക്കൊരു വചനം വായിച്ചുകൊണ്ട് നമ്മുടെ ഈ ക്ലാസ് ആരംഭിക്കാം. സങ്കീർത്തനം 145:18 ഇപ്രകാരം പറയുന്നു: തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, അതും ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ദൈവം സമീപസ്ഥനാണ്. ഞാൻ ആ വചനം ഒരിക്കൽ കൂടെ പറയാം. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, അതും ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ദൈവം സമീപസ്ഥനാണ്. സ്നേഹമുള്ളവരെ, ഒരു മനുഷ്യൻ ചങ്കുപൊട്ടി വിളിച്ചാൽ ദൈവം ഒരിക്കലും ആ പ്രാർത്ഥന കേൾക്കാതിരിക്കുകയാണ്. ഇതിന് പറ്റിയൊരു ഉദാഹരണമാണ് സാമുവേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ 1 സാമുവേൽ 1:10 ഒരു സഹോദരിയുടെ പ്രാർത്ഥന നമുക്കിവിടെ കാണാൻ സാധിക്കും. അവിടെ പേര് ഹന്ന എന്നാണ്. ഹന്നയുടെ ഭർത്താവിൻ്റെ പേര് എൽഖാനയാണ്. ഹന്നയ്ക്ക് മക്കളില്ലായിരുന്നു. അവളെ എല്ലാവരും ഇവിടെ മക്കളില്ലാത്തതിൻ്റെ പേരിൽ കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തപ്പോൾ അവിടെ ഹൃദയം ഒത്തിരിയേറെ വേദനിച്ചു. അവൾ പലപ്പോഴും സങ്കടങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നു. ആരോടെങ്കിലും പറയാൻ പറ്റുമോ? അങ്ങനെ ഒരിക്കൽ അവൾ ദേവാലയത്തിൽ ചെന്ന് ദൈവത്തിന് മുമ്പാകെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. 1 സാമുവേൽ 1:10 ഇപ്രകാരമാണ് പറയുന്നത്: അവൾ ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഹൃദയം നോവുമ്പോൾ അറിയാതെ കരച്ചിൽ വരും. ഹൃദയം നൊന്ത് അവൾ കരഞ്ഞു പ്രാർത്ഥിച്ചു. കാരണം അവൾക്ക് ഭയങ്കര നാണക്കേടായിരുന്നു. കുറ്റപ്പെടുത്തലുകൾ സഹിക്കാൻ സാധിച്ചില്ല. ഭർത്താവ് തന്നെ ഒറ്റപ്പെടുത്തുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു. ആരോടും പറയാതെ ദേവാലയത്തിൽ പോയിരുന്ന് അവളിങ്ങനെ പ്രാർത്ഥിച്ചു. കുറച്ചു നേരം പ്രാർത്ഥിച്ചു. പക്ഷേ ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം സ്വരമൊന്നും പുറത്തേക്ക് വരികയില്ലായിരിക്കും. അവൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഹൃദയത്തിൽ നിന്നൊരു രോദനം മാത്രം പുറത്തേക്ക് വന്നു. ദൈവവചനം പറയുന്നു, ശബ്ദം പുറത്ത് കേട്ടില്ല, അവിടെ അതരം ചലിച്ചുകൊണ്ടേയിരുന്നു. ഇത് കണ്ട് ആ പള്ളിയിലുണ്ടായിരുന്ന ഏലി പുരോഹിതൻ അവളെ ശ്രദ്ധിച്ചു. അവളോട് വന്ന് ചോദിച്ചു: നീ എന്താണ് സഹോദരി, രാവിലെ തന്നെ മദ്യത്താല് ലഹരി പിടിച്ച് മത്ത് പിടിച്ചാണോ നീ പള്ളിയിൽ വന്നത്? അപ്പോൾ അവൾക്ക് അതിൽ കൂടുതൽ വേദന തോന്നി. അവള് ആ പുരോഹിതനോട് പറയുന്നുണ്ട്: പുരോഹിത, ഞാൻ ഒരിക്കലും ലഹരി കുടിച്ച വ്യക്തിയല്ല. എൻ്റെ ഹൃദയവേദന ഞാൻ കർത്താവിൻ്റെ അടുത്ത് തുറന്നു പറയുകയായിരുന്നു. അത് കേട്ടപ്പോൾ ഏലിക്കും സങ്കടം തോന്നി. സ്നേഹമുള്ള, ഞാനിത് പറയാൻ കാരണം, മനുഷ്യന്റെ ഹൃദയവേദന എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അവർക്ക് വാക്കുകൾ കാണത്തില്ല. എന്താണ് പറയേണ്ടതെന്ന് അവർക്കറിയത്തില്ല. ദൈവവചനം കേൾക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഇത് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഹൃദയവേദന വന്നാൽ ആരോടും പറയാൻ പറ്റാത്ത അവസ്ഥ, ആരും മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ കാണുന്ന ഒരു ദൈവമുണ്ട്. ഞാനൊരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാൻ സ്നേഹമുള്ളവരെ, നമ്മുടെ ഹൃദയം പൊട്ടി ചങ്ക് കലങ്ങി നമ്മളൊരു വിളിച്ചാലുണ്ടല്ലോ, ആ പ്രാർത്ഥന സ്വർഗം തുളച്ചു കയറും. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ നമ്മളെല്ലാം ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഈ വചനം സന്ദേശം ലോകത്തിലെ ഏത് ഭാഗത്തിരുന്ന് കേൾക്കുന്നവരാണെങ്കിൽ, ഒരുപക്ഷെ രോഗിയായിരിക്കാം, ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടവരായിരിക്കാം, വിവാഹബന്ധം വേർപെട്ടവരായിരിക്കാം, കേസിന്റെ മൂലം വിഷമിക്കുന്നവരായിരിക്കാം, ഏതെങ്കിലും രീതിയിൽ വിഷമിക്കുന്ന വ്യക്തിയായിരിക്കാം, അവരുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരെ ഓരോരുത്തരും നീ കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ മനസ്സിന്റെ മുറിവുകളെ വെച്ച് കെട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് വലിയൊരു അഭിഷേകവും അനുഗ്രഹവും ഈ സമയം തന്നെ അവരെ കൊടുത്ത് അവരെ ശക്തിപ്പെടുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് കണ്ടുമുട്ടാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ മനസ്സിന്റെ അവസ്ഥയെക്കുറിച്ചാണ്. നമ്മുടെ മനസ്സിന് എന്തെങ്കിലും ഒരു വേദന തോന്നിക്കഴിഞ്ഞാൽ, മനസ്സിലൊരു സങ്കടം വന്നു കഴിഞ്ഞാൽ, അത് മനസ്സിനെ മാത്രമല്ല, ശരീരത്തെ ആത്മാവിനെ മുഴുവൻ നമുക്ക് ബാധിക്കും. മനുഷ്യന് ശരീരമുണ്ട്, മനസ്സുണ്ട്, ആത്മാവുണ്ടെന്ന് വിശുദ്ധ വചനം പറയുന്നു. മനുഷ്യന്റെ ശരീരം എപ്രകാരമായിരിക്കുന്ന വിശുദ്ധ വചനം പറയുന്നത് റോമക്കാർക്കെഴുതിയ ലേഖനം അതിന്റെ 12-ാം അധ്യായം 1-ാം തിരുവചനത്തിലാണ്. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കണം. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. നമ്മുടെ ശരീരങ്ങൾ വിശുദ്ധമായി സൂക്ഷിക്കണം. നമ്മുടെ ശരീരങ്ങൾ വിശുദ്ധമായി സൂക്ഷിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിൽ സന്തോഷം വേണം. അതാണ് മുഖം മനസ്സിന്റെ കണ്ണാടിയാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? നമ്മുടെ ശരീരത്തിൽ ഒരു ആരോഗ്യം വേണമെങ്കിൽ, ശരീരത്തിൽ സന്തോഷം ലഭിക്കണമെന്നുണ്ടെങ്കിൽ മനസ്സിന് സന്തോഷം വേണം. നമ്മുടെ ശരീരം വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണെന്ന് 1 കൊരിന്തോസ് 3:16 പറയുന്നു. നമ്മുടെ ശരീരത്തിന് രോഗം വരാൻ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മനസ്സ് എപ്രകാരമായിരിക്കണം? ഇതിനെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ പറയുന്നു.
എഫേസൂസ് 4:22 പറയുന്നു, 22-23 പറയുന്നു, നിങ്ങൾ മനസ്സിന്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടണം. നമ്മുടെ മനസ്സിനെ നിരന്തരം നവീകരിക്കപ്പെടണം. അതുപോലെ നമ്മുടെ ആത്മാവുണ്ട്. ആത്മാവിനെ കുറിച്ച് പറയുന്നു വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 26-ാം തിരുവചനത്തിൽ പറയുന്നു, ഒരുവൻ ലോകം മുഴുവനും നേടിയാലും അവന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? നിങ്ങളൊരു ഈ അടുത്ത കാലത്തൊക്കെ നമുക്ക് പത്രമാധ്യമങ്ങളിലൂടെ കാണാൻ സാധിച്ചില്ലേ, വലിയ വലിയ കോടീശ്വരന്മാരാണ് ഒരു സുപ്രഭാതത്തിൽ ആത്മഹത്യ ചെയ്യുന്നത്. അവർക്ക് പണമില്ലാഞ്ഞിട്ടാണോ? പേരില്ലാഞ്ഞിട്ടാണോ? പ്രസക്തി ഇല്ലാഞ്ഞിട്ടാണോ? ആൾബലമില്ലാഞ്ഞിട്ടാണോ? കഴിവില്ലാഞ്ഞിട്ടാണോ? പക്ഷേ അവർക്ക് ആത്മാവ് എന്തെല്ലാം നേടിയാലും നഷ്ടപ്പെട്ടു പോയില്ല. അപ്പോൾ മനുഷ്യന് ശരീരമുണ്ട്, മനസ്സുണ്ട്, ആത്മാവുണ്ട്. ഇത് മൂന്നും പരസ്പരം ബന്ധപ്പെട്ടാ കിടക്കുന്നത്. ശരീരത്തിന് രോഗം വരുന്ന പോലെ തന്നെ നമ്മുടെ മനസ്സിന് രോഗം വരും, ആത്മാവിനും രോഗം വരും. അതുകൊണ്ട് നിങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും എപ്രകാരമായിരിക്കണം എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് 1 തെസ്സലോനി 5:23 പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അവികലവും പൂർണ്ണവുമായിരിക്കാൻ ഇടയാകട്ടെ. നിങ്ങളുടെ ശരീരം വികലമില്ലാത്തൊരു ശരീരമാണെങ്കിൽ വികലമില്ലാത്തൊരു മനസ്സുണ്ടായിരിക്കണം, വികലമില്ലാത്തൊരു ആത്മാവ് വേണം. അതുകൊണ്ട് ഈ ദൈവവചനം കേൾക്കുന്ന അവസരത്തിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, വികലമില്ലാത്ത ഒരു മനസ്സുണ്ടെങ്കിലേ വികലമില്ലാത്ത ഒരു ആത്മാവുണ്ടാവും, വികലമില്ലാത്തൊരു ശരീരം ഉണ്ടാവും. അതിനുവേണ്ടി നമുക്ക് എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം, ബൈബിളിലൂടെ ദൈവവചനത്തിലൂടെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നാണ് ഈ നിമിഷം നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. ഈ കഴിഞ്ഞ നാളില് മാനസിക രോഗികളെ നോക്കുന്ന ഒരു സ്ഥാപനത്തിൽ ചെന്നപ്പോൾ ആ സ്ഥാപനം നടത്തുന്നയാൾ പറഞ്ഞു, ഇവിടെ ഏകദേശം 31 തരം മാനസരോഗികളുണ്ട്. എന്നിട്ട് അവരെയൊക്കെ കാണിച്ചു തന്നെ ഞങ്ങൾക്ക്. അതിൽ ചെറുപ്പക്കാരുണ്ട്, പ്രായമായവരുണ്ട്, മധ്യവയസ്കരുണ്ട്, പല ടൈപ്പ് ആൾക്കാരുണ്ട് അവിടെ. എന്നിട്ട് അവർ ഓരോ രോഗവിവരത്തെക്കുറിച്ച് പറഞ്ഞു, 31 ടൈപ്പ് രോഗികൾ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു, ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ളൊരു എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിന് ഭയങ്കര അസ്വസ്ഥ ഉണ്ടാകുന്ന കാര്യം, ഡിപ്രഷൻ്റെ ഒരു കാലഘട്ടമാണ് സ്നേഹമുള്ളവർ. അത് ചെറിയ കുട്ടികൾ മുതൽ ഇന്ന് മനസ്സിന് മാനസികമായ പ്രശ്നങ്ങളുള്ള ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയെ കൊണ്ട് ആ കുട്ടിയുടെ മാതാപിതാക്കൾ വന്നു. അപ്പം മരിച്ചു പോയതാ. ആ കുട്ടിക്കൊരു 7-8 വയസ്സേ ഉള്ളൂ. ആ കുട്ടി ഭയങ്കര ഹൈപ്പറാന്നാ പറയുന്നത്. ആ പിടിച്ചാൽ കിട്ടുന്ന ഞങ്ങളെ ഒക്കെ എന്തെല്ലാം പറയുന്നതെന്നറിയാമോ? ഞങ്ങൾ ആ കുട്ടികളെ സ്നേഹം കൊടുക്കാഞ്ഞിട്ടാണ് ഇങ്ങനെ നോക്കാൻ. എന്നിട്ട് ആ മനുഷ്യൻ പറയായിരുന്നു, ഞാനൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിൽ 8 മക്കളുണ്ടായിരുന്നു ബ്രദറെ, അന്നൊന്നും ഇത്രയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ഒരൊറ്റ കുഞ്ഞിനെ മുന്നോട്ട് കൊണ്ടാൻ ബുദ്ധിമുട്ടാണ്. കൊച്ചു ഭയങ്കര ഹൈപ്പറാണ്, വാശിയെടുക്കുന്നു, നിലത്ത് കിടന്ന് ഉരുളുന്നു, അതുപോലെ വിവിധതരം പ്രശ്നങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഇതിനൊക്കെ കാരണം ഈ കാലഘട്ടം ഒരുപാട് ടെൻഷനും പ്രയാസങ്ങളൊക്കെ മനസ്സിലേക്ക് കയറിക്കഴിഞ്ഞാൽ അത് വലിയ പ്രതിസന്ധി നമ്മളെ സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി കൂടുതലും മനുഷ്യന്റെ ജീവിതത്തിലുള്ള പ്രതിസന്ധിക്ക് കാരണം എന്താണെന്ന് ബൈബിൾ പറയുന്നു. അത് വിലാപങ്ങളുടെ പുസ്തകം 3:19 പറയുന്നു, എൻ്റെ കഷ്ടത, അലച്ചില്, അതിൻ്റെ ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. അതിനെക്കുറിച്ച് നിരന്തരം ചിന്തിച്ച് ചിന്തിച്ച് എൻ്റെ മനം തകരുന്നു. മനുഷ്യൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അവൻ്റെ ജീവിതത്തിൽ 100 കാര്യം നന്മ കിട്ടിയാലും, ഒരു തിന്മ കിട്ടിയാൽ, ഒരു മുറിവ് കിട്ടിയാൽ, ഒരു വേദന കിട്ടിയാൽ അതിനെക്കുറിച്ച് അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ ഒരു മനുഷ്യൻ സംസാരിക്കുമ്പോൾ അവൻ ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവൻ്റെ മനസ്സിലൊരു മുറിവുണ്ടെങ്കിൽ, ആ മനുഷ്യൻ പോലും അറിയാതെ നമ്മൾ സംസാര മധ്യേ നിങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ 3 വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ 3 വാക്കുകൾ അറിയാതെ വന്നിട്ടുണ്ടെങ്കിൽ എവിടെയോ ഒരു മുറിവുണ്ടെന്നറിയാം. നിസ്സാരമായ 3 വാക്കാണ്. ഒന്നാമത്തെ വാക്കെന്ന് പറയുന്നത് എന്നാലും. എന്നാലും നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാലും ചിലവരുടെ വാക്കുകൾ സംസാരിക്കുമ്പം എന്നാലും ആ വാക്കിന് ഒത്തിരി അർത്ഥമുണ്ട്. എന്നാലും. രണ്ടാമത്തെ വാക്കാണ് എന്നോട്. മൂന്നാമത്തെ വാക്കാണ് ഇങ്ങനെ. എന്നാലും എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ. ഈ ഒരു 3 വാക്ക് മുറിവിൽ നിന്ന് വരുന്ന വാക്കാണ്. എന്നാലും എന്ന് പറയുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യം. അതും എന്നോട്. ഈ എന്നോട് എന്നെ അങ്ങനെയൊക്കെ കാണാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ ഈ 3 വാക്ക് മുറിവിൽ നിന്നാണ്. എന്നാലും എന്നോട് ഇങ്ങനെയൊക്കെ. അത് നമുക്ക് മനസ്സിൽ മുറിവേറ്റി കഴിയുമ്പോൾ പലപ്പോഴും പലരുമായിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ വേദനകളൊക്കെ പങ്കുവെക്കുമ്പോൾ
അവരിടയ്ക്കിടയ്ക്കൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാലും ഇപ്പൊ അമ്മായിമ്മ പറയുകയാണെങ്കിൽ മരുമകളെ കുറിച്ച് പറയുന്നത് എന്നാലും, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുമ്പോൾ എന്നാലും, എന്നോട്, ഇതൊക്കെ മുറിവിൽ നിന്നുള്ള വാക്കാണ്. അപ്പൊ എൻ്റെ കഷ്ടത, അലച്ചിലിന്റെ ഓർമ്മ, ചില ഓർമ്മകൾ അറിയാതെ ദഹിക്കാത്ത ഭക്ഷണം പോലെ ഈ മനോമുഖരത്തിലേക്ക് തെളിഞ്ഞു കയറി വരും. അപ്പോൾ നമ്മുടെ ശരീരം തളർന്നു പോകും. പിന്നെ നമുക്ക് സന്തോഷം കിട്ടത്തില്ലെന്നാവും. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ വ്യതിചലിച്ചു പോകാൻ സാധ്യതയാണ്. മനസ്സിൽ മുറിവേറ്റ മനുഷ്യന്റെ എല്ലാ പ്രവർത്തനങ്ങളും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു വല്ലാത്ത രീതിയിലാണ്. അതെല്ലാം ഡിസോർഡർ ആയിരിക്കും. അതിന് കാരണം മനസ്സ് ക്ലിയർ അല്ലെങ്കിൽ തീർന്ന സ്നേഹത്തോടെ. ഇനി നമ്മുടെ മനസ്സിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാൻ കാരണം? നമ്മുടെ മനസ്സെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഫോണും ഒരു കമ്പ്യൂട്ടറും ഒക്കെ പോലെ തന്നെയാണ്. നമുക്കറിയാം ആ മനസ്സിൽ കൊള്ളാത്തത് പലതും, പ്രത്യേകിച്ച് നെഗറ്റീവ് ചിന്തകൾ കണ്ടമാനം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രവർത്തനത്തിന്റെ രീതി മാറാൻ സാധ്യതയുണ്ട്. അതുപോലെ നമ്മുടെ മനസ്സിൽ സ്വീകരിക്കാൻ ഒരു പരിധിയുണ്ട്. അതിൽ കൂടുതൽ വന്നാൽ അടിച്ചു പോയല്ലേ. ഇപ്പൊ ഫോൺ തന്നെ കാര്യം നമുക്കറിയാൻ സാധിക്കും. ഫോണിൽ ഓവറായിട്ട് ഒരു കാര്യം നമ്മൾ അതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ ഹാങ്ങായി പോകും, അല്ലെങ്കിൽ ആ ഫോൺ അടിച്ചു പോകും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഫോണിൽ ഡിലീറ്റ് ചെയ്ത് കളയാൻ പറയും. ഇതുപോലെയാണ് മനുഷ്യന്റെ മനസ്സും. നമുക്ക് ഓവറായിട്ട് വല്ലതും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചാറ്റ് അടിച്ച് കളയണം, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയണം. അല്ലെങ്കിൽ നമുക്കറിയാൻ സാധിക്കും ഈ ഫോണൊക്കെ ചിലപ്പോൾ കുറച്ച് നേരം സ്വിച്ച് ഓഫ് ചെയ്താൽ മതി, അത് കഴിഞ്ഞ് വീണ്ടും അത് ഓണാക്കി കഴിഞ്ഞാൽ അത് ക്ലിയർ ആകാറുണ്ട്. മനുഷ്യന്റെ ജീവിതം ഇങ്ങനെയാണ് സ്നേഹമുള്ളവരെ. നമ്മുടെ ജീവിതം കമ്പ്യൂട്ടർ പോലെ, ഒരു ഫോൺ പോലെയാണ്. ചിലപ്പോൾ ചിലതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയണം, ചിലതൊക്കെ ക്ലിയർ ചാറ്റ് ചെയ്ത് കളയണം. അതിൻ്റെ ഫംഗസൊക്കെ മാറ്റണം, എങ്കിലേ ജീവിതം മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഇന്ന് ഞാൻ കണ്ടുമുട്ടിയ വ്യക്തികളിൽ ഒത്തിരി പേരുടെ മനസ്സിൽ കിടക്കുന്നത് ഇന്നും ഒരുപാട് ഇൻസ്റ്റാൾ ചെയ്ത് കൂട്ടിയേക്കുന്ന ഒരു കാര്യമാണ് ചില ഓർമ്മകളാണ്. ചില ഓർമ്മകൾ ഇത് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ഓർമ്മകൾ ഒന്നെങ്കിൽ സുഖപ്പെടണം, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയണം. ഇല്ലെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ഓർമ്മകൾ ഇങ്ങനെ തകട്ടി കയറി വരും. അത് ചിലതൊക്കെ നമുക്ക് കളഞ്ഞേ പറ്റുള്ളൂ. അതിൽ ഒരു കാര്യമാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പലരുമായിട്ട് സംസാരിച്ചു കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാക്കിയ ഒരു സാധനമാണ്, ചിലരുടെ മനസ്സിൽ നിന്ന് ഇപ്പോഴും ഡിലേറ്റ് കളയാതെ കിടക്കുന്ന ഓർമ്മകളാണ് ആ മരണം എന്ന് പറയുന്നൊരു കാര്യം. അത് ചിലപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരാകാം, മക്കളാകാം, സ്വന്തപ്പെട്ടവരാകാം, അങ്ങനെ മറ്റു പലരുമാകാം. അതെങ്ങനെയും ആയിരിക്കാം. ഒരുപക്ഷെ പ്രായമായിട്ടായിരിക്കാം, അതല്ലെങ്കിൽ ആക്സിഡൻ്റ് ആകാം, അല്ലെങ്കിൽ ആത്മഹത്യ ആയിരിക്കാം, കൊലപാതകമായിരിക്കാം, എന്തും ആയിക്കോട്ടെ. അതിന് കാരണം എന്തും ആയിക്കോട്ടെ. പക്ഷെ ചിലവരുടെ മരണങ്ങൾ നമ്മൾ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മനസ്സിലേക്ക് കയറി വരും. അത് ഓർമ്മകളിൽ ഇങ്ങനെ എത്ര കാലഘട്ടം കഴിഞ്ഞു പോയാലും മനുഷ്യനല്ലേ, ഒരിക്കലും അത് ഓർമ്മകൾ മാറ്റിവെക്കണമെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ആ ഓർമ്മകൾ എങ്ങനെ ഇരിക്കും? ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു ചിത്രം വരികയാണ്. ഒരിക്കൽ ഞാനൊരു വീട്ടിൽ ചെന്നു ഇപ്പോൾ ഒരു 15 വയസ്സുള്ള കൊച്ചിൻ്റെ പടം ആ വീടിൻ്റെ മുൻഭാഗത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അത് മാലയൊക്കെ വെച്ചിട്ടുണ്ട്, തിരിയൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ മരിച്ചിട്ട് ഇത്ര ദിവസമെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാ ദിവസവും പള്ളിയിൽ പോകും, അവൻ്റെ കല്ലറയിൽ പോയി പ്രാർത്ഥിക്കും, തിരിച്ചു വരും. വർഷങ്ങൾ കുറച്ചേറെ ആയി കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് അന്ന് അവിടെ ഇരുന്നത് അന്നത്തെ ദിവസം ആ കൊച്ചിനെ കുറിച്ചുള്ള കഥകൾ മാത്രമേ പറയാനുണ്ടായിരുന്നു. പക്ഷെ അവസാന ദിവസം ഞങ്ങൾ അവരോട് പറഞ്ഞു, അമ്മച്ചി ഈ ഓർമ്മകൾ മനസ്സിൽ കിടക്കുന്നിടത്തോളം കാലം ആ കൊച്ച് നമ്മളിൽ നിന്ന് പോയി സ്വർഗത്തിൽ പോകണ്ടേ. ഞാൻ പറഞ്ഞത് ഡിലേറ്റ് ചെയ്ത് കള. ഉടനെ ആ അമ്മച്ചി പറഞ്ഞൊരു കാര്യമാണ്, മോനെ എനിക്കറിയാം, പക്ഷെ മറക്കാൻ പറ്റുന്നില്ല. ചിലവരുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരവസ്ഥ. അന്ന് ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, തൻ്റെ കുഞ്ഞിനെ ഈശോയ്ക്ക് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചു. ആ കൊച്ചു കിടന്ന മുറി പോലും അവർ മാറ്റിയിട്ടില്ല. ഞങ്ങളെ മുറി കാണിച്ചു, ആ മുറി ആർക്കും ഉപയോഗിക്കാൻ കൊടുത്തിട്ടില്ല. ആ കൊച്ചു ഉപയോഗിച്ച സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കുക. ആ മുറിയിലേക്ക് കയറുമ്പോൾ കൊച്ചിൻ്റെ ഓർമ്മകൾ വർഷങ്ങൾ കഴിഞ്ഞു കേട്ടോ. ഞാൻ അവരോട് പറഞ്ഞു, ഈ ഓർമ്മകൾ മാറാത്രത്തോളം കാലം നമുക്ക് സൗഖ്യം കിട്ടത്തില്ല. കൊച്ചു മരിച്ചു, നിങ്ങളും മാനസികമായിട്ട് മരിച്ചിരിക്കുക. ഒത്തിരിയേറെ പറഞ്ഞ് ആ കൊച്ചിനെ കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ ഒരു വചനം പറഞ്ഞു കൊടുത്തു. അതിന് പ്രധാനപ്പെട്ട കാര്യം 1 തെസ്സലോനി 4:13 പറഞ്ഞു, സഹോദരരെ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവർ ചെയ്യുന്ന പോലെ നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കരുത്. മരിച്ചവരെ കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടാകണമെന്നാണ് പൗലോസ് പറയുന്നത്. അതുകൊണ്ട് മരണം എന്ന് പറയുന്നത് ആരുമായിക്കോട്ടെ സ്നേഹമുള്ളവർ, നമ്മുടെ പ്രിയപ്പെട്ടവരായിരിക്കാം. ഈ വചനം കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ മരിച്ചതിൻ്റെ വേദന ഉള്ളിലുണ്ടെങ്കിൽ അതൊരു മുറിവായിട്ട് മനസ്സിൽ കിടക്കരുത്. അത് സൗഖ്യമായിട്ട് മാറണമെങ്കിൽ അവരെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കണം. നമ്മൾ പ്രത്യാശയുള്ളവരായിരിക്കണം, അതിനെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണം. അത് നമ്മുടെ മനസ്സിൽ നിന്ന് മാറാത്രത്തോളം കാലം ഈ മുറിവ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒരുപക്ഷെ ധ്യാനം കൂടുന്നുണ്ടായിരിക്കാം, വചനം കേൾക്കുന്നുണ്ടായിരിക്കാം, പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. ഞങ്ങളിത് പറഞ്ഞ് ഒരു 2-3 ദിവസം അവിടെ താമസിച്ചതിന് ശേഷം അവർ ആ ഫോട്ടോ എടുത്ത് മെല്ലെ ആ മുമ്പിൽ നിന്ന് എടുത്ത് സൈഡിലേക്ക് അവർ മാറ്റി വെച്ചു. എന്നിട്ട് ആ മുറിക്കകത്ത് അവർ ഉപയോഗിക്കാൻ തുടങ്ങി. ആ മുറി അങ്ങനെ കടന്ന ഒരു നെഗറ്റീവ് എനർജി ആ കുടുംബത്തിനുണ്ടാവും. അത് മരണമല്ലേ, അത് നെഗറ്റീവ് എനർജി വരികയല്ലേ. ഇങ്ങനെ കൊച്ചിനെ നമുക്ക് ദൈവത്തെങ്കിലേക്ക് കൊടുക്കുക,
നിസ്സാര കാര്യമല്ല സ്നേഹമുള്ളവർ. ഞാനിത് പറയുമ്പോൾ കേൾക്കുന്നവർക്ക് എളുപ്പമാണ്, നമ്മുടെ ജീവിതത്തിലെ പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് സൗഖ്യം വന്നാലേ നമുക്ക് ശരിക്കും അത് മാറ്റാൻ സാധിക്കത്തുള്ളൂ. അടുത്തൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചില ദുഃഖങ്ങളാണ്. ദുഃഖങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളെ വേദനിപ്പിച്ചവരായിരിക്കും. ശത്രുവാണെങ്കിൽ സാരമില്ലായിരിക്കും. നമ്മുടെ സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ, ജീവിത പങ്കാളി, മക്കൾ, നമ്മൾ ഒത്തിരി ഉപകാരം ചെയ്തവർ, ചതിച്ചവർ, കടം വാങ്ങിയവർ, ജാമ്യം നിന്നവർ, ജോലി വാഗ്ദാനം ചെയ്ത് വിവാഹം നടത്തിയവർ, പ്രായം, വിദ്യാഭ്യാസം, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ മാനസികമായിട്ട് ചതിച്ചവർ, അവരുടെ ചിന്തകളൊക്കെ മനസ്സിലേക്ക് കടന്നു വന്നാലും അതും വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മനസ്സിൽ നിന്ന് വിട്ടുമാറാൻ ഭയങ്കര വേദന ഉണ്ടാകുന്ന കാര്യമാണ്. അപ്പൊ ദുഃഖിപ്പിക്കുന്ന ചില ഓർമ്മകളുണ്ട്. ആ ദുഃഖിപ്പിക്കുന്ന ഓർമ്മകൾ മനസ്സിനെ ശരിക്കും നമ്മളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഓർക്ക, മനസ്സിലേക്ക് ഇതുപോലുള്ള വേദനകൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരുമ്പോൾ നമ്മുടെ ശരീരം പെട്ടെന്ന് തളർന്നു വരും. അതിന് ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് നമ്മളെ നിറയ്ക്കുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച പോലെ നമുക്ക് മറക്കാൻ പറ്റാത്ത അനുഭവം. അപ്പോൾ നമുക്ക് ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടെങ്കിലും അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മനസ്സിലേക്ക് അങ്ങോട്ട് കയറി വരാൻ സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ ഒരിക്കലും ഒരു ടീച്ചർ സംസാരിച്ച് ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. ആ ടീച്ചർ ഇങ്ങനെ ഇപ്രകാരമാണ് പറഞ്ഞത്. ടീച്ചറിൻ്റെ ഭർത്താവ് വളരെ സ്നേഹമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഒരു കുടുംബം നല്ല സ്വർഗ്ഗതുല്യമായിട്ട് മുന്നോട്ട് പോകുന്ന അവസരം. 3 മക്കളും ഉണ്ടായിരുന്നു. അപ്പോൾ പലപ്പോഴും ടീച്ചറിനെ കണ്ട് സ്കൂളിലുള്ള മറ്റ് ടീച്ചർമാർ പറയായിരുന്നു, ടീച്ചറിനെ കണ്ടാൽ കല്യാണം കഴിച്ചാന്ന് തോന്നുക പോലും ഇല്ലായിരുന്നു. അത്രയ്ക്ക് സന്തോഷവതിയായി തുള്ളിച്ചാടി നടക്കുന്ന സമയം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭർത്താവിന് രോഗം വന്നു. അവർ ചികിത്സിച്ചു. അവസാനം മനസ്സിലായത് ഭർത്താവിന് ക്യാൻസർ ആണ്. ക്യാൻസർ എന്ന് അറിഞ്ഞപ്പോൾ മുതൽ സ്ത്രീക്ക് മനസ്സിൽ വേവലാതിയായി, ബുദ്ധിമുട്ടായി. ഏകദേശം 1.5 വർഷക്കാലം ചികിത്സിച്ചു. ആ ടീച്ചർ പറയാതെ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. പക്ഷേ എൻ്റെ ഭർത്താവിനെ ദൈവം വിളിച്ചു. ഭർത്താവ് മരിച്ചതോടുകൂടി ഈ സ്ത്രീ ശാരീരികമായിട്ടും മാനസികമായിട്ടും തകർന്നു. പിന്നെ ഭക്ഷണം കഴിക്കണമെന്നില്ല, കഴിക്കാൻ ഇറങ്ങുന്നില്ല. പ്രാർത്ഥിക്കാൻ പോയാലും വെറുതെ കുറച്ചു നേരം ഇരിക്കും, കുറച്ചു നേരം കരയും. ധ്യാനങ്ങളൊക്കെ ഒത്തിരി കൂടി, കൗൺസിലിംഗ് ഒക്കെ പോയി. പക്ഷേ ഭർത്താവിൻ്റെ മരണചിന്ത മനസ്സിൽ നിന്ന് മാറാത്തൊരവസ്ഥയിലായി. അങ്ങനെ വളരെയേറെ ബുദ്ധിമുട്ടി മുന്നോട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ സംസാരിക്കാൻ വേണ്ടി ചെന്ന് ഇപ്പം എൻ്റെ അടുത്ത് വന്ന സഹോദരി പറയായിരുന്നു, എൻ്റെ മനസ്സിൽ നിന്ന് അത് പോകുന്നില്ലെന്ന്. മനസ്സിൽ നിന്ന് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുവഴി എന്ത് പറ്റിയെന്നറിയാമോ? ഒരു രോഗമില്ലാത്ത ഈ ടീച്ചറിന് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എല്ലാം വരാൻ തുടങ്ങി. ഇല്ലാത്ത രോഗങ്ങളൊക്കെ കൊണ്ട് നിറഞ്ഞു. പിന്നെ പ്രാർത്ഥിക്കണമെന്നുള്ള ചിന്തയില്ല, കുമ്പസാരിക്കണമെന്നുള്ള ചിന്തയില്ല, ദൈവത്തോട് വെറുപ്പായി തീർന്നു. എന്തിനാണ് ദൈവം എന്നോട് ഇത് ചെയ്തെന്നുള്ള ചിന്ത മനസ്സിൽ നിന്ന് കയറി വരുമ്പോൾ പിന്നെ പ്രാർത്ഥിക്കുന്നുള്ള ചിന്ത പോലും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു വന്നു. സ്നേഹമുള്ളവരെ, അതിനുശേഷം കുറച്ചു നേരം പ്രാർത്ഥിച്ച് ദൈവവചനം പറഞ്ഞു കൊടുത്ത് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഒരല്പം ഒരു ആശ്വാസമായി. പൂർണ്ണമായിട്ട് ഭേദപ്പെട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞു അത് പടിപടിയായിട്ടേ നമ്മുടെ മനസ്സിൽ നിന്ന് അത് പോകത്തുള്ളൂ. അങ്ങനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാൻ സാധിച്ചു. സ്നേഹമുള്ളവരെ, നമ്മുടെ മനസ്സിനേറ്റ മുറിവുകൾ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് ബാധിക്കും. അത് വ്യക്തിയെ അല്ല, കുടുംബത്തെയും സമൂഹത്തെയും ഒക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കറിയാൻ സാധിക്കും, അടുത്തൊരു കാര്യമാണ് ഭയം. ഭയം ഒരു മനുഷ്യനെ രോഗിയാക്കാം, നിരാശനാക്കാം, ജീവിക്കുന്നതിൻ്റെ ആഗ്രഹം പോലും നഷ്ടമാക്കി കളയാം. അതുകൊണ്ടാണ് യെശയ്യാ 41:10 പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഈ ഭയം ഉള്ളിൽ കയറി കഴിഞ്ഞാൽ, അതെങ്ങനെയോ ചെറുപ്പത്തിലോ മറ്റേതെങ്കിലും സാഹചര്യത്തിൽ ഈ ഭയം ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ഡിസോർഡർ ആയി പോകും. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളെ നമുക്ക് കാണുവാൻ സാധിക്കും. ആ കുട്ടികൾ സ്കൂളിൽ ചെന്ന് പരീക്ഷ എഴുതാൻ നേരത്ത് അവർ പഠിക്കാഞ്ഞിട്ടല്ല പരാജയപ്പെടുന്നത്. അവർക്ക് ഈ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ, ഈ പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാതൊരു ഭയം ഇങ്ങനെ കയറി വരികയാണ്. അപ്പോൾ അത് ശരീരത്തെ ബാധിക്കും. അപ്പോൾ പല കുട്ടികളും സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അവര് പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോൾ അവരെ കൈയൊക്കെ നനഞ്ഞു കുതിരും. എന്നിട്ട് അവർ ടൗലിലോ ഡ്രസ്സിലോ ഒക്കെ ഇങ്ങനെ തൂക്കുന്ന കാണാൻ സാധിക്കും. പക്ഷേ പിന്നെയും ഈ നനഞ്ഞ് കുതിരും, അവർ വീണ്ടും തുടയ്ക്കാൻ സാധിക്കും. ഈ ഭയം വന്നു കഴിയുമ്പോൾ നമ്മുടെ ശരീരം മുഴുവൻ വേർക്കാൻ തുടങ്ങും. ചിലപ്പോൾ ചങ്കിടിപ്പ് കൂടാൻ തുടങ്ങും. അപ്പോൾ അവർ പഠിച്ചതെല്ലാം പെട്ടെന്ന് മറന്നു പോകാൻ തുടങ്ങും. ഒത്തിരി കുട്ടികൾ പരീക്ഷയിൽ പരാജയപ്പെടാൻ കാരണം അവരുടെ ഭയമാണ്. അതുപോലെ തന്നെ പാമ്പ് കടിച്ച് മരിക്കുന്നതിൽ 90% പേര് മരിക്കാൻ കാരണം വിഷമേറ്റിട്ടല്ല, അവർക്ക് ഭയപ്പെട്ടിട്ടാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഭയം ഒരാളെ രോഗിയാക്കാൻ കൊട്ടോ. നിസ്സാര രോഗം വരുമ്പം ആ രോഗത്തെക്കുറിച്ച് ഭയപ്പെട്ട് വലിയ രോഗത്തിലേക്കായി തീരാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ ഭയം നമ്മളെ ഒത്തിരി സ്വാധീനിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഇനി എങ്ങനെയൊക്കെയാണ് നമ്മുടെ ആ മനസ്സിനെ ശാന്തമാക്കാൻ സാധിക്കുന്നത്? അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നൊക്കെ പറഞ്ഞാലും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. സ്നേഹമുള്ളവരെ, പ്രാർത്ഥിക്കുന്നത് എങ്ങനെയായിരിക്കണം?
ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, മർക്കോസ് 11:25 പറയുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടോ അത് ക്ഷമിക്കുവിൻ, അപ്പോൾ ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കും. അതുകൊണ്ട് നമുക്ക് സൗഖ്യം കിട്ടാൻ ഏറ്റവും വലിയ തടസ്സം നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈ ക്ഷമയുടെ മേഖലയാണ്. ഒരുപക്ഷെ ഇതിനു മുമ്പൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടെങ്കിലും ഇത് ആത്യന്തികമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ക്ഷമിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടെങ്കിൽ രോഗം നമ്മളെ കഠിനമായിട്ട് ബാധിക്കാനുള്ള സാധ്യത കൂടുതലുണ്ടെന്നാണ് പറയുന്നത്. കുറച്ചേറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു സംഭവം ഓർക്കുകയാണ്. ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന എല്ലാവരും കൂടെ കൂടിയ രോഗി സന്ദർശനത്തിന് വേണ്ടി പോകുന്ന സമയം, അന്ന് എനിക്ക് അത്രയും പരിചയമൊന്നുമില്ല, ഞാൻ കൂട്ടത്തിൽ ഇങ്ങനെ പോകുന്നേ ഉള്ളൂ. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു കുര്യൻ ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. ചേട്ടനാണ് ഞങ്ങളുടെ ലീഡർ. അപ്പം ഞങ്ങൾ ഒരുമിച്ച് അവിടെ പോയി രോഗികളെ കണ്ട് സംസാരിച്ച് പോകുമ്പോൾ ഒരു ബെഡിൽ കിടക്കുന്ന ഒരു സ്ത്രീയുടെ അടുത്ത് നിന്ന് ഈ കുര്യൻ ചേട്ടൻ കുറച്ചേറെ സംസാരിക്കും, പ്രാർത്ഥിക്കും. അപ്പം ഞാൻ കുര്യൻ ചേട്ടനോട് ചോദിച്ചു, ചേട്ടൻ എന്നാ സംഭവം എന്ന് ചോദിച്ചു. അപ്പം ചേട്ടൻ പറഞ്ഞു, ഈ സ്ത്രീ ഒരു വീട്ടിൽ 4 ആങ്ങളമാർക്കുണ്ടായിരുന്ന ഒരേ പെങ്ങളായിരുന്നു. അവിടെ പണിയാൻ വന്ന ഒരുത്തനെ കൊടുത്ത് ഒളിച്ചു പോകുന്നതാണ്. ഒളിച്ചു പോന്നു കഴിഞ്ഞപ്പോൾ ഇവരെ ആ വീട്ടുകാർ നാണം കെടുത്തി. അവർ പറഞ്ഞു, ഇനി മേലെ നീ വീട്ടിലേക്ക് വരരുത്, നീ ആയിട്ടുള്ള ബന്ധമൊക്കെ നിർത്തി എന്ന് പറഞ്ഞു. എല്ലാം വിശ്വസിച്ച് ആ ചെറുപ്പക്കാരൻ്റെ കൂട്ടത്തിൽ അവൾ നാട് വിട്ടു പോന്നു. കുറച്ചു കാലമൊക്കെ കുഴപ്പമില്ലായിരുന്നു. അതിനുശേഷം ആ മനുഷ്യൻ മദ്യപിക്കാൻ തുടങ്ങി, ഇവളെ ഉപദ്രവിക്കാൻ തുടങ്ങി, പല രീതിയിൽ ശല്യം ചെയ്യാൻ തുടങ്ങി. ഇവൾക്ക് വീട്ടിൽ പോകാൻ പറ്റാത്ത രീതിയായി. ഇവൾ വേറെ പലയിടത്തും പണിക്കൊക്കെ പോയി. വീട്ടുകാരില്ലാത്തതിൻ്റെ വിഷമം കൂടി. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിൻ്റെ വിഷമമായി. ഇവിടെ അപ്പനെ കാണണമെന്നായി. അപ്പനെ പല പ്രാവശ്യം കാണാൻ വേണ്ടി അവൾ വിളിച്ചു. പക്ഷേ അവരാരും ഇവരെ ഫോൺ എടുക്കുകയോ അവളെ വീട്ടിലേക്ക് ക്ഷണിക്കുകയോ ചെയ്തില്ല. ഇവൾ മാനസികമായിട്ട് തകർന്ന് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇവൾ രോഗിയായി കഴിഞ്ഞപ്പോഴത്തേനും ആ പള്ളിയിലുള്ള വിൻസെൻ്റ് പോളുകാരും അവിടെയുള്ള സന്നദ്ധ പ്രവർത്തകരെല്ലാം കൂടെ കൂടിയാണ് ഇവിടെ മെഡിക്കൽ കോളേജിലാക്കിയത്. മെഡിക്കൽ കോളേജിലാക്കി പ്രത്യേകിച്ച് ആരും സ്വന്തക്കാരും ബന്ധുക്കാരും ഒന്നുമില്ല. ഭർത്താവും വല്ലപ്പോഴൊക്കെ വരുള്ളൂ. അവിടെ കടന്നു കഴിയുമ്പോൾ കുര്യൻചേട്ടൻ വന്ന് ചോദിച്ചപ്പോൾ കുര്യൻചേട്ടനോട് ആ സ്ത്രീ പറഞ്ഞ ഇതാണ്, മരിക്കാറായി കിടന്നപ്പോഴും പറഞ്ഞ ഒരു കാര്യം ഇതാണ്, എൻ്റെ ഭർത്താവ് കാരണമാണ് ഞാൻ ഇങ്ങനെയായിപ്പോയത്. എൻ്റെ ഭർത്താവ് കാരണമാണ്. ഇവിടെ കുറ്റം അവൾ സമ്മതിക്കുന്നില്ല. എൻ്റെ ഭർത്താവ് കാരണമാണെന്ന് പറയാൻ തുടങ്ങി. കുര്യൻചേട്ടൻ പല പ്രാവശ്യവും വരും. ഞങ്ങൾ പല ദിവസവും അവിടെ ചെന്നു. ഒരു ദിവസം പറഞ്ഞു, നീ ഭർത്താവിനോടും വീട്ടുകാരോടും എല്ലാം ക്ഷമിക്കാൻ പറഞ്ഞു ഒത്തിരിയേറെ കാര്യം പറഞ്ഞു പ്രാർത്ഥിച്ച് ആ തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് ഇങ്ങനെ പോരും. ഞങ്ങളൊരു ദിവസം അറിയുന്നത് സ്റ്റെല്ല മരിച്ചു എന്നാണ്. കാരണം അതുവരെ അവൾ ക്ഷമിക്കാൻ എന്ന് സാധിച്ചോ അപ്പോൾ അവൾക്ക് സുഖമരണം സാധിച്ചു എന്നാണ് പറയുന്നത്. ഇന്ന് പലരുടെയും ജീവിതത്തിൽ മരണം പോലും വിട്ടു നിൽക്കാൻ കാരണം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ വെറുപ്പ് വിദ്വേഷം ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. ദൈവോധനം പറയുന്നൊരു കാര്യമുണ്ട്. പ്രഭാഷകൻ 28:5 പറയുന്നു, മർത്യൻ വിദ്വേഷം വെച്ചുകൊണ്ടിരുന്നാൽ അവൻ്റെ പാപങ്ങൾക്ക് ആര് പരിഹാരം ചെയ്യും? ജീവിതാന്ത്യം ഓർത്ത് ശത്രുത അവസാനിപ്പിക്കുക. പലതവണ പറയണം കേട്ടോ. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധിയും പ്രശ്നമൊക്കെ വരുമ്പോൾ നമുക്ക് നിരന്തരം പറയേണ്ട ഒരു കാര്യമാണ്, എൻ്റെ ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കുക. എൻ്റെ ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കുക. എൻ്റെ ദൈവം എല്ലാം അറിയുന്നുണ്ട് എന്നൊരു ചിന്ത നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ അനുഭവം ഉണ്ടായി വരുന്നത്. ഇനി നമ്മുടെ ജീവിതത്തിൽ ക്ഷമിക്കാനുണ്ടെങ്കിൽ നാം പോലും അറിയാതെ, ഒരുപക്ഷെ നമ്മൾ പോലും അറിയാതെ പുറത്തേക്ക് വരുന്ന ചില വികാരങ്ങളെക്കുറിച്ചാണ് കണ്ടെത്താൻ പോകുന്നത്. നമുക്കുള്ളിൻ്റെ ഉള്ളിൽ ആരോടെങ്കിലും അല്പമെങ്കിലും വിരോധമോ വിഷമോ ഒക്കെ ഉണ്ടെങ്കിൽ നാം പോലും അറിയാതെ ചില വികാരങ്ങൾ പുറത്തേക്ക് വരും. അതിൽ ഒന്നാമത്തെ വികാരമാണ് സ്നേഹമുള്ളവരെ അതൃപ്തി എന്ന് പറയും. തൃപ്തിയില്ലാത്ത ഒരവസ്ഥ. എന്ത് കിട്ടിയാലും തൃപ്തിയില്ല. ഒരുപക്ഷെ വെറുപ്പിന്റെ ബഹിർസ്ഫുരണമാണ്. ഒരുപക്ഷെ ഭക്ഷണം കഴിക്കുമ്പം ആ കറി ഭംഗിയാകാത്തതിന് കാരണം, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് തൃപ്തി വരാത്തതിന് കാരണം, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതിന് കാരണം അതൃപ്തിയാണ്. തൃപ്തിയില്ലാത്ത ഒരവസ്ഥ. രണ്ടാമത്തെ കാര്യമാണ് നീരസ മനോഭാവം. ആരെങ്കിലും സംസാരിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മൾ മുഖം വെട്ടിത്തിരിച്ചു കളയുക, അല്ലെങ്കിൽ അവരോട് സംസാരിക്കാൻ താല്പര്യമില്ലാതിരിക്കുക. ഇതൊരു നീരസ മനോഭാവമാണ്. അടുത്തത് സങ്കട മനോഭാവം. പെട്ടെന്ന് സങ്കടപ്പെടുക, ഏങ്ങലടിച്ച് കരയുക. ഇതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ വെറുപ്പിൻ്റെ ഒരു ഭാഗമാണ്. ഇനി അടുത്തത് കോപം. പെട്ടെന്ന് ദേഷ്യം വരിക. ദേഷ്യം വരുന്നൊരു മനോഭാവം ഉണ്ടെങ്കിൽ അത് വെറുപ്പിൻ്റെ ബഹിർസ്ഫുരണമാണ്. ഇനി വാശിയെടുക്കുക, കുറ്റം പറയുക, കളിയാക്കി പറയുക, കുത്തി പറയുക. ഇത് ഒക്കെ നമ്മുടെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മുടെ മനസ്സിന് സൗഖ്യം കിട്ടാൻ നിരന്തരം പ്രാർത്ഥിക്കേണ്ട കാര്യമാണ്. സഭാപ്രാസംഗികൻ 7:29 പറയുന്നു, ദൈവം മനുഷ്യനെ സരള ഹൃദയനായിട്ട് സൃഷ്ടിച്ചു, എന്നാൽ അവൻ്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവൻ്റെ തന്നെ സൃഷ്ടിയാണ്. സുഭാഷിതം 18:14 പറയുന്നു, ഉന്മേഷമുള്ള മനസ്സ് രോഗം സഹിക്കുന്നു, തളർന്ന മനസ്സിനെ
ആർക്കാണ് താങ്ങാൻ കഴിയുക? നമ്മുടെ മനസ്സ് തളർന്നാൽ ശരീരം തളർന്നു, ജീവിതം മുഴുവൻ തളരും. അതുകൊണ്ട് ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഗബ്രായർ 13:8, യേശു ക്രിസ്തു ഇന്നും എന്നും എന്നും ഒരുവൻ തന്നെ. ആ യേശുവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മനസ്സിനെ സുഖപ്പെടുത്താൻ യേശുവിന് മാത്രമേ പറ്റുള്ളൂ. മനസ്സിന് അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ ഉറക്കഗുളി കഴിച്ചാൽ കുറച്ചു നേരം ഉറങ്ങാൻ പറ്റും, പക്ഷെ അത് കഴിഞ്ഞാൽ വീണ്ടും മനസ്സ് അസ്വസ്ഥമാകും. പക്ഷെ യേശു ഹൃദയത്തിൽ വരുമ്പോൾ നമുക്ക് സമാധാനവും സന്തോഷവും പ്രത്യാശയും തരും. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളിലേക്കും ദൈവത്തിൻ്റെ അത്ഭുത ശക്തി വ്യാപരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും സുഖപ്പെടുത്തുവാൻ ദൈവം കടന്നു വന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവേശ്വര എന്നേക്കും ആമേൻ.